വടകര ടൗൺ റോട്ടറി ക്ലബ്ബും വിംസ് മഹാരാജാസ് കോളേജും കേരള പോലീസ് കോഴിക്കോട് റൂറലുമായി സഹകരിച്ചുകൊണ്ട് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നടത്തി. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി നർക്കോട്ടിക്സ് ഡിവൈഎസ്പി പി റാനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സന്മനസ് കാണിച്ച അവരുടെ മനോഭാവത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് കേരള പോലീസ് ശക്തമായി ലഹരിക്കെതിരെ നടപടിയെടുത്ത് വരികയാണ്. ഓപ്പറേഷൻ തുഫാൻ എന്ന പേര് കേരളത്തിലുടനീളം ഇപ്പോൾ അതിൻ്റെ മാതൃകയിൽ കേരളത്തിൻ്റെ മാതൃകയിൽ ഇന്ത്യയിലുടനീളം ലഹരി വിമുക്തമായ ഒരു രാജ്യമെന്ന രീതിയിൽ അത് സ്വപ്നം കണ്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ ലഹരി വ്യാപനം നടത്തുന്നതിനെയും വിൽക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയും ഉന്മൂലനം ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ പോലീസ് പ്രവർത്തിച്ചു വരാം. അത് ഞങ്ങൾക്ക് മാത്രമായിട്ട് പറ്റത്തില്ല. തീർച്ചയായിട്ടും സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും അവരുടേതായ കടമകളുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ ഈ സംഘടിപ്പിച്ച ഈ അവയർനെസ് പ്രോഗ്രാം നിങ്ങളെല്ലാവരുടെയും അനുഭവത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക. ഈ ലഹരി എന്ന ഒരു വാക്ക് തന്നെയാണ് ലഹരി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ല രീതിയിലുള്ള ലഹരിയുണ്ട്, ചീത്ത രീതിയിലുള്ള ലഹരി. എന്തുകൊണ്ട് നമ്മൾ ഡ്രഗ്സ് ഉപയോഗിച്ചുള്ള ലഹരി അതൊരു ബാഡ് ആയിട്ട് നമ്മൾ കരുതുന്നതെന്ന് വെച്ചാൽ അത് സമൂഹത്തിൻ്റെ വികസനത്തിനും ഉന്നമനത്തിനും എതിരാണ്. അതാണ് ഇതിനെതിരെ നമ്മൾ ഈ മയക്കുമരുന്ന്, അത് തന്നെ മയക്കുമരുന്ന് മാത്രമല്ല, ബാഡ് രീതിയിലുള്ള ലഹരി എന്തും മോശം തന്നെയാണ്. അതാണ് നെഗറ്റീവ് ആസ്പെക്റ്റിലുള്ള ലഹരി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് സമൂഹത്തിനോ വ്യക്തികൾക്കോ കുടുംബത്തിനോ ഒരു നേട്ടമില്ല. നേട്ടമില്ല എന്ന് മാത്രമല്ല, തീർച്ചയായും സമൂഹത്തിൻ്റെ ജീർണതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. അതിനൊരു പോസിറ്റീവ് എനർജി ഇല്ല. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാത്തിനും നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. പക്ഷെ ലഹരിയുള്ള മേഖലകളുണ്ട്. നിങ്ങൾ പഠിക്കുന്നത് ഒരു ലഹരിയാകും, അതൊരു ഒരു ലഹരിയാകും. ഞാൻ 2007 ഡയറക്ടർ സബ് ഇൻസ്പെക്ടറായി കേരള പോലീസിൽ ജോലിയിൽ പ്രവേശിച്ച വ്യക്തിയാണ്. ഞാനതിൽ 8ാം റാങ്കറിനായിരുന്നു. ഞാൻ ഇപ്പോഴ് കോഴിക്കോട് റൂറലിലെ നാർക്കോട്ടിക്സിൻ്റെ DSP ആണ്. എനിക്ക് ഇനി 10 വർഷം സർവീസും. ആലോചിച്ച് നോക്കൂ, എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ ജോലി മേടിച്ചു. അത് എൻ്റെ കഴിവ് മാത്രമല്ല, എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെയും ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ആൾക്കാരുടെയും പോലത്തെ ആൾക്കാരുടെ സപ്പോർട്ടുണ്ട്. അവരിൽ എനിക്ക് തന്ന ലഹരിയാണ് ഞാൻ പഠിത്തം. അത് പോസിറ്റീവ് എനർജി ആയിട്ട് ഇതെൻ്റെ 4ാമത്തെ ജോലിയാണ്. എൻ്റെ 4ാമത്തെ ജോലി ഞാൻ റവന്യൂ വകുപ്പിലുണ്ടായിരുന്നു, അഗ്രികൾച്ചർ വകുപ്പിലുണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാനിതിൽ 8ാം റാങ്ക് മേടിച്ചതിൽ ഞാൻ. അപ്പം ലഹരിയുടെ വ്യത്യസ്ത വശങ്ങളെ പറ്റിയാണ് നിങ്ങൾ പഠിക്കുന്നത് ഒരു ലഹരിയാക്കും. അതിന് പുറമല്ല, നിങ്ങൾ ഒരു ബിസിനസ് നടത്തുന്ന ഒരു ലഹരിയാക്കും. വാട്സാപ്പിൽ ഈ ഇടയ്ക്ക് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ് ലഹരി. ആക്ച്വൽ ലഹരി എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ഒരു അച്ചീവ്മെന്റ് നടത്തുന്നതാണ് ലഹരി. വടകര ടൗൺ റോട്ടറി പ്രസിഡന്റ് ബിജിത്ത് MK അധ്യക്ഷത വഹിച്ചു. റൊട്ടേറിയൻ വിദ്യാസാഗർ സ്വാഗതം പറഞ്ഞു. വിംസ് പാരാമെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും മജീഷ്യൻ സനീഷ് വടകരയുടെ മാജിക് ഷോയും അരങ്ങേറി. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളരെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അല്ലേ. അപ്പോൾ ഇതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രതിയാത്മകമായി ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് നശിപ്പിക്കുകയാണ് ശ്രദ്ധിക്കുക. മനുഷ്യ സ്നേഹമെവിടെ,
రాకమ్మ తోడు ముత్తు తరమ్మో റോട്ടറി സെക്രട്ടറി സരിത് കുന്നത്ത്, മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ദിനേശൻ മരുതോങ്കര, PDG പ്രകാശ് എന്നിവർ സംസാരിച്ചു. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.